നിഷ്കളങ്കന്റെ നീതി അവന്റെ വഴിയെ ചൊവ്വാക്കും. ദുഷ്ടനോ തന്റെ ദുഷ്ടത കൊണ്ട് വീണുപോകും. നേരുള്ളവരുടെ നീതി അവരെ വിടുവിക്കും. ദ്രോഹികളോ തങ്ങളുടെ ദ്രോഹത്താൽ പിടിവിടും. സദൃശ്യവാക്യങ്ങൾ 11-ന്റെ 5-6 വാക്യങ്ങൾ. മോശയുടെ പുസ്തകങ്ങൾ യഹൂദ ജനതയോട് എന്ത് ചെയ്യണമെന്നും ചെയ്യരുതെന്നും പറഞ്ഞപ്പോൾ ശലോമോന്റെ പുസ്തകത്തിൽ അത് എന്തുകൊണ്ട് എന്ന് പറയുന്നു. ദൈവം തന്റെ ജനം ദുഷ്ടതയേക്കാൾ നീതി തിരഞ്ഞെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന്റെ കാരണം ഈ വാക്യങ്ങൾ വിശദീകരിക്കുന്നു. ഈ വാക്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തെ അവരുടെ ധാർമ്മികതയുമായി വ്യക്തമായി ബന്ധിപ്പിക്കുന്നു. നീതി ഒരു വ്യക്തിയെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്നു. അതേസമയം ദുഷ്ടത ഒരു വ്യക്തിയെ വീഴ്ത്തുന്നു, ഇല്ലാതാക്കുന്നു. നീതി ഒരു വ്യക്തിയെ കുഴപ്പത്തിൽ നിന്നു വിടുവിക്കുമ്പോൾ ദുഷ്ടത ഒരു വ്യക്തിയെ കുഴപ്പത്തിലേക്ക് നയിക്കുന്നു. ഈ 2 വാക്യങ്ങളിൽ ശലോമോൻ നീതിയെയും ദുഷ്ടതയെയും തമ്മിൽ താരതമ്യം ചെയ്യുന്നു. മറ്റൊരാളുടെ നീതി ചുറ്റുമുള്ളവർക്ക് വലിയ പ്രയോജനമൊന്നും ചെയ്യില്ലെന്ന് തന്റെ ജനങ്ങൾ അറിയണമെന്ന് ശലോമോൻ ആഗ്രഹിച്ചു. മഹാപുരോഹിതനായ അഹരോൻ വളരെ നീതിമാനായിരുന്നു. അദ്ദേഹത്തിന്റെ നീതി അദ്ദേഹത്തിനും രാഷ്ട്രത്തിനും നല്ലതായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ മക്കൾ സമാഗമന കൂടാരത്തിൽ ധൂപമർപ്പിച്ചപ്പോൾ ദൈവകോപത്തിനിരയായി. നമ്മുടെ ജീവിതത്തിൽ നാം വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. നമ്മുടെ നീതി പ്രാഥമികമായും നമ്മെ നയിക്കുന്നു, നമ്മെ മാത്രം. നമ്മുടെ ദുഷ്ടത നമ്മെ വേദനിപ്പിക്കുന്നു, നമ്മെ മാത്രം. നമ്മുടെ നീതി മറ്റുള്ളവരെ സ്വാധീനിച്ചേക്കാം, നമ്മുടെ ദുഷ്ടതയും മറ്റുള്ളവരെ സ്വാധീനിക്കും. മോശം കുടുംബങ്ങളിൽ നിന്ന് നിരവധി നല്ല കുട്ടികൾ പുറത്തു വന്നിട്ടുണ്ട്. കാരണം നിഷ്കളങ്കത, നീതി ഒരു വ്യക്തിപരമായ കാര്യമാണ്. വ്യക്തിപരമായ ധാർമ്മികത നമ്മെ വളർത്തുകയോ തളർത്തുകയോ ചെയ്യാം. നമ്മുടെ സ്വന്തം നീതി നമ്മെ നയിക്കുന്നു. അത് നമ്മെ നാശത്തിൽ നിന്ന് വിടുവിക്കുന്നു. നമ്മുടെ സ്വന്തം ദുഷ്ടത നമ്മെ വേദനിപ്പിക്കുന്നു, നമ്മെ അടിമകളാക്കുന്നു. ദൈവത്തോടുള്ള ജീവിതം നമ്മെ നീതിപാതയിൽ നടത്തുന്നു. നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഈ വാക്യങ്ങൾ നമ്മെ സഹായിക്കട്ടെ. നിഷ്കളങ്കന്റെ നീതി അവന്റെ വഴിയെ ചൊവ്വാക്കും. ദുഷ്ടനോ തന്റെ ദുഷ്ടത കൊണ്ട് വീണുപോകും. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.